ഇപ്പൊ ദിലീപ് നായകനായി എത്തിയ പുള്ളിയുടെ 150ാമത്തെ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിരിക്കുകയാണ്. ബിൻഡോ സ്റ്റീഫനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ്, തിരക്കഥാ സംഭാഷണം ഷാരിസ് മുഹമ്മദാണ്. നമുക്കറിയാം ക്യൂൻ, ജനഗണമന പോലുള്ള മികച്ച സിനിമകൾ തന്ന പുള്ളിയുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ, ത്രൂ ഔട്ട് നല്ല എൻഗേജിങ് ആയിട്ട് നല്ല തമാശകളൊക്കെ ആയിട്ടുള്ള ഒരു ദിലീപ് സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ളത്. ഫാമിലി ആയിട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി കൂടിയാണ് സിനിമ. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. കുറേ നല്ല തമാശകളുണ്ട്, ഇമോഷണൽ രംഗങ്ങളുണ്ട്, എല്ലാം കൂടെ ഒരു നല്ലൊരു ഫൺ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. സിനിമയുടെ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ നായകൻ പ്രിൻസ് ഒരു കുടുംബത്തിലെ മൂത്ത മകനാണ്. ബാക്കി രണ്ടുപേര് കല്യാണം കഴിഞ്ഞു. പുള്ളിക്ക് ഏജ് ബാർ കഴിഞ്ഞിട്ട് കല്യാണം നടക്കുന്നില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അതിനിടയിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ഈ ഒരു പെൺകുട്ടിനെ പരിചയപ്പെടുന്നു. അത് പിന്നെ വേറൊരു തരത്തിലേക്ക് പോകുന്നു. പിന്നീട് കല്യാണം നടന്നതിന് ശേഷം അവസാനം വധുവിനെ കിട്ടുകയാണ്. ഏറ്റവും വലിയ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായ ബ്ലോഗറിനെയാണ് പ്രിൻസ് കല്യാണം കഴിക്കുന്നത്. പൊതുവെ ഭയങ്കരമായി പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിൻസ്. കുറേയധികം ചിട്ടകളും വട്ടകളൊക്കെ ഉള്ള പുള്ളിയുടെ ജീവിതത്തിലോട്ട് പേഴ്സണൽ ലൈഫിലെ ചില കാര്യങ്ങൾ പോലും ലൈവ് ഇടുകയും യൂട്യൂബിൽ ട്രെൻഡിങ് ആകാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ചിഞ്ചുറാണി എന്ന ഒരു ബ്ലോഗറാണ് വധുവായി എത്തുന്നത്. പിന്നീട് തന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും മറ്റുമാണ് സിനിമ പറയുന്നത്. ആദ്യ പകുതി തീർച്ചയായിട്ടും നല്ല രസകരമായി പോയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ കഥയിലോട്ട് വരുന്നത് കറക്റ്റ് ഇന്റർവെൽ ബ്ലോക്കാണ്. ഇന്റർവെൽ ബ്ലോക്കിൽ ചിഞ്ചുറാണി എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. മറ്റേ സോങ് ഒക്കെ വെച്ചിട്ട് മമ്പട്ടിയാൻ പറഞ്ഞ ഒരു സോങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ചിഞ്ചുറാണി എന്നുള്ളൊരു വേഷം പുതിയ നടിയായ റാണി എൽസിയാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൗണ്ട് കൊടുത്ത വിൻസി അലൂഷ്യസ്, അതൊരു മെൻഷൻ ചെയ്തേ പറ്റൂ. കാരണം ഭയങ്കര പെർഫെക്റ്റ്ലി ആയിരുന്നു. എനിക്ക് ശരിക്കും വിൻസി തന്നെ അത് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. കാരണം വിൻസിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആള് ചെയ്താണെങ്കിലും കുറച്ചുകൂടെ നന്നായിരിക്കും. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്റർവെൽ ബ്ലോക്കിനോടെ നായകന്റെ കല്യാണം കഴിയുന്നു. പിന്നീട് തന്റെ ജീവിതം ആകെ മാറി മറിയുന്നതാണ് സിനിമ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഭയങ്കര അധികം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൺസെപ്റ്റ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ആദ്യ പകുതി ഫുള്ള് ഒരു തമാശ രംഗങ്ങളും ദിലീപിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നെങ്കിലും രണ്ടാം പകുതിയിലോട്ടാണ് സിനിമ ശരിക്കുള്ള കഥയിലോട്ട് പോകുന്നത്. അങ്ങനെ ഇവര് ട്രെൻഡിങ് ലിസ്റ്റിൽ എത്താൻ വേണ്ടി നെഗറ്റിവിറ്റി ആണെങ്കിലും ഏത് തരത്തിലുള്ള ന്യൂസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് വളരെ നല്ല രീതിയിൽ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം എപ്പോഴും ഒരു ഗോൾഡൻ ബട്ടൺ കിട്ടുക, അങ്ങനെ അവർക്കൊരു ഫ്രസ്ട്രേഷനായി മാറുകയാണ്. ഓൺലൈൻ മീഡിയയിലാണെങ്കിലും അതെങ്ങനെയെങ്കിലും നേടിയേ പറ്റും എന്നുള്ളതാണെങ്കിൽ ആരെയും കുറ്റം പറയാം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതിലെനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിലെ മഞ്ജു പിള്ളയുടെ ക്യാരക്ടറാണ്. വളരെയധികം ഇമോഷണൽ ക്യാരക്ടറായിരുന്നു. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപ് ഏട്ടൻ്റെ കുറേ ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ട്. പുള്ളി ഇമോഷണൽ സീനുകൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളറിയാതെ കരഞ്ഞു പോകും. അങ്ങനെ കുറേ സീനുകൾ ഈ സിനിമയിലുണ്ട്. പുള്ളിയുടെ തമാശകളൊക്കെ അത്രയ്ക്ക് ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല പ്രിൻസ് എന്നുള്ള ഈ സിനിമയിലെ ക്യാരക്ടർ. വളരെ ലൈറ്റായിട്ട് സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ വെച്ച് ചെയ്യുന്ന നല്ലൊരു ഇതാണ്. ഈ സിനിമയ്ക്ക് ഭയങ്കര ഡീഗ്രേഡിങ് ഒക്കെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു വേറൊരാൾ ഇത് ചെയ്താണെങ്കിൽ വളരെ നല്ല അഭിപ്രായം നേടേണ്ടിയിരുന്ന ഒരു സിനിമ തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇപ്പോഴും അത്യാവശ്യം നല്ല ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു ഞാൻ കാണുന്ന സമയത്ത്. ബട്ട് സ്റ്റില് ഒരാൾക്ക് ഈ സിനിമ നന്നായി എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ. കാരണം കമന്റ് ബോക്സിൽ ഭയങ്കര തെറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് വക വെക്കുന്നില്ല തീർച്ചയായിട്ടും. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നുന്നു. രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ ഈ ഒരു മെയിൻ കൺസെപ്റ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരു ടോപ്പ് ലെയർ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഡീപ്പായിട്ട് പോകുന്നില്ല. പെട്ടെന്ന് സിനിമ തീർത്ത പോലെ തോന്നി. അത് മാത്രമേ എനിക്കൊരു കുറവായി തോന്നിയുള്ളൂ. കാരണം ഒരു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ നന്നായി വർക്കായി വന്നെങ്കിലും ഇതിൻ്റെ ആ ഒരു മെയിൻ കൺസെപ്റ്റിനോട്ട് കുറച്ചും കൂടെ ചേർക്കണമെന്ന് തോന്നി. ഇമോഷണൽ സീൻസ് ഒക്കെ പുതിയ നടി റാണി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ എഴുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും അത്യാവശ്യം പറയുകയാണെങ്കിൽ സിദ്ദിഖ്, ബിന്ദു പണിക്കരൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് സിനിമയിൽ. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ ബിന്ദു പണിക്കരുടെ, അത് വളരെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ധ്യാനിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതായിട്ട് തോന്നിയില്ല. കാരണം പുള്ളി ഇങ്ങനെ ഓടി നടന്ന് പടങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് അഭിനയിപ്പിച്ച പോലെ തോന്നി. ടോട്ടലി എനിക്ക് സനദേവിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ദിലീപിൻ്റെ കോസ്റ്റ്യൂം എടുത്ത് പറയാൻ തോന്നി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ സീനിലും പുള്ളിയുടെ കോസ്റ്റ്യൂം ഇങ്ങനെ വീട്ടിൽ നിൽക്കും. ക്യാരക്ടർ ഒരു ഡിസൈനർ ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ ഗംഭീരമായിരുന്നു. അപ്പോൾ സിനിമ എനിക്ക് നമ്മുടെ അതിഗംഭീര പടം എന്നല്ല,
നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന, ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടിപ്പിക്കൽ ദിലീപ് സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നിങ്ങൾ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റും.